ഇറാൻ ഭാഗം 2. ഷായുടെ ഭരണവും ജനകീയ പൊട്ടിത്തെറിയും. പ്രേക്ഷകരെ, കഴിഞ്ഞ ഭാഗത്തിൽ നാം ഇറാന്റെ ചരിത്രത്തിലേക്കൊരു വാതിൽ തുറന്നു. ഇന്ന് നാം പോകുന്നത് ഇറാന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിലേക്കാണ്. ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നങ്ങൾ, അതിവേഗ വികസനം. പക്ഷേ അതിന്റെ മറുവശത്ത് ജനങ്ങളുടെ കോപം. അവസാനം ആ കോപം ഒരു വിപ്ലവമായി മാറി. ഇന്ന് നാം കാണാൻ പോകുന്നത് ഷാ മുഹമ്മദ് റേസ പഹ്ലവിയുടെ ഭരണവും അതിനെതിരായി ഉയർന്ന ജനകീയ പ്രതിഷേധങ്ങളുമാണ്. ഷാ ആരായിരുന്നു? മുഹമ്മദ് റേസ പഹ്ലവി ഇറാന്റെ അവസാനത്തെ ഷാ ആയിരുന്നു. 1941 അദ്ദേഹം അധികാരത്തിലെത്തിയത്. അന്ന് ഇറാൻ ഒരു രാജഭരണ രാജ്യമായിരുന്നു. ഷാ സ്വയം കണ്ടത് ആധുനിക ഇറാന്റെ നിർമ്മാതാവായിട്ടാണ്. ഇറാനെ പാശ്ചാത്യ മാതൃകയിൽ ശക്തവും സമ്പന്നവുമായ രാജ്യമായി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. വലിയ റോഡുകൾ, പുതിയ ഫാക്ടറികൾ, ആധുനിക സൈന്യം, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ, ഇങ്ങനെ പല മാറ്റങ്ങളും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷേ ഒരു ചോദ്യം ഇവിടെ ഉയരും: വികസനമുണ്ടായിരുന്നുവെങ്കിൽ ജനങ്ങൾ എന്തിനെതിർത്തു? അതാണ് കഥയുടെ യഥാർത്ഥ ഭാഗം. പക്ഷേ ആ സമ്പത്ത് എല്ലാവരിലേക്കും ഒരുപോലെ എത്തിയില്ല. നഗരങ്ങളിൽ ചിലർ സമ്പന്നരായി, പക്ഷേ ഗ്രാമങ്ങളിൽ ദാരിദ്ര്യം തുടർന്നു. പല സാധാരണക്കാർക്കും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജീവിതം പ്രയാസമാക്കി. ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങി, രാജ്യം സമ്പന്നമാകുന്നു, പക്ഷെ നമ്മുടെ ജീവിതം എന്തുകൊണ്ട് മാറുന്നില്ല? ഇതാണ് അസന്തോഷത്തിന്റെ ആദ്യ വിത്ത്. പാർട്ട് 3: വൈറ്റ് റെവല്യൂഷൻ. 1960-കളിൽ ഷാ ഒരു വലിയ പരിഷ്കാര പരിപാടി പ്രഖ്യാപിച്ചു. അതിന് പേരായിരുന്നു വൈറ്റ് റെവല്യൂഷൻ. രക്തചൊരിച്ചിലില്ലാത്ത വിപ്ലവം എന്ന ആശയമായിരുന്നു അതിന് പിന്നിൽ. ഭൂമിയുടെ പുനർവിതരണം, വിദ്യാഭ്യാസ വ്യാപനം, സ്ത്രീകൾക്ക് വോട്ടവകാശം, ഗ്രാമവികസനം, ഇതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. കേൾക്കുമ്പോൾ നല്ലതല്ലേ? പക്ഷേ അതിന് മറ്റൊരു വശവും ഉണ്ടായിരുന്നു. ഭൂമിയുടമകൾക്ക് ഇതിഷ്ടമായില്ല. ചില മതനേതാക്കൾക്കും ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പലർക്കും തോന്നിയത് ഷാ ഇറാന്റെ ഇസ്ലാമിക പരമ്പരാഗത സ്വഭാവം മാറ്റുകയാണ് എന്നായിരുന്നു. ഇവിടെ നിന്നാണ് മതനേതാക്കളുടെ എതിർപ്പ് ശക്തമാകുന്നത്. ഈ എതിർപ്പിന്റെ പ്രധാന ശബ്ദമായി ഉയർന്നത് ആയത്തുല്ല റുഹല്ല ഹൊമേനിയായിരുന്നു. ഹൊമേനി ഷായുടെ നയങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അദ്ദേഹത്തിന്റെ ആരോപണം വ്യക്തമായിരുന്നു: ഷാ അമേരിക്കയുടെ പിന്തുണയിൽ രാജ്യം ഭരിക്കുന്നു, ഇറാന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, ഇസ്ലാമിക മൂല്യങ്ങൾ അവഗണിക്കപ്പെടുന്നു, ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുന്നു. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. അവസാനം ഹൊമേനിയെ നാടുകടത്തി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം: അദ്ദേഹത്തെ ഇറാനിൽ നിന്ന് പുറത്താക്കി, എന്നാൽ അദ്ദേഹത്തിന്റെ ആശയം ഇറാനിൽ നിന്ന് പുറത്തായില്ല. കാസറ്റുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. സാവാക്, ഭീതിയുടെ പേര്. ഷായുടെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരാണ് സാവാക്. ഇത് ഷായുടെ രഹസ്യാന്വേഷണ ഏജൻസിയായിരുന്നു. ഭരണവിരുദ്ധരെ നിരീക്ഷിക്കുക, പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുക, വിമർശകരെ അറസ്റ്റ് ചെയ്യുക, ഇവയായിരുന്നു സാവാക്കുമായി ബന്ധപ്പെട്ട പ്രധാന ആരോപണങ്ങൾ. ജനങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ ഭയമായി. പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം കുറവായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ വലിയ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, വികസനമുണ്ടെങ്കിൽ മതിയോ? സ്വാതന്ത്ര്യമില്ലാതെ ഒരു രാജ്യം മുന്നേറും? ഈ ചോദ്യം ഷായുടെ ഭരണത്തെ ഉള്ളിൽ നിന്ന് കുലുക്കി തുടങ്ങി. ഷാ അമേരിക്കയുടെ അടുത്ത കൂട്ടാളിയായിരുന്നു. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഷായെ പിന്തുണച്ചു. കാരണം ഇറാൻ പശ്ചിമേഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു. എണ്ണ സമ്പത്ത്, ഭൗമരാഷ്ട്രീയ സ്ഥാനം, സോവിയറ്റ് യൂണിയനോട് അടുത്തുള്ള സ്ഥാനം, ഇതെല്ലാം ഇറാനെ അമേരിക്കയ്ക്ക് അത്യന്തം പ്രധാനമാക്കി. പക്ഷേ ഇറാനിലെ പലർക്കും ഇത് ഇഷ്ടമായില്ല. അവർക്ക് തോന്നിയത്, നമ്മുടെ രാജ്യം നയിക്കുന്നത് ടെഹ്റാനാണോ വാഷിംഗ്ടൺ ആണോ? ഈ വികാരം പിന്നീട് വിപ്ലവത്തിന്റെ പ്രധാന ഇന്ധനമായി മാറി. 1970-കളിലെ പൊട്ടിത്തെറി. 1970-കളോടെ ഇറാനിൽ അസന്തോഷം കൂടുതൽ ശക്തമായി. പണം വന്നെങ്കിലും അസമത്വം കൂടി. വിലക്കയറ്റം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു. രാഷ്ട്രീയ അടിച്ചമർത്തൽ തുടർന്നു. മതനേതാക്കൾ, വിദ്യാർത്ഥികൾ, ഇടതുപക്ഷക്കാർ, വ്യാപാരികൾ, സാധാരണ ജനങ്ങൾ എല്ലാവരും വിവിധ കാരണങ്ങളാൽ ഷായെ എതിർക്കാൻ തുടങ്ങി. ഇതാണ് ഇറാനിയൻ വിപ്ലവത്തിന്റെ പ്രത്യേകത. ഇതൊരു വിഭാഗത്തിന്റെ മാത്രം സമരമായിരുന്നില്ല. വിവിധ ആശയങ്ങളുള്ള പല വിഭാഗങ്ങളും ഒരേ ലക്ഷ്യത്തിൽ ഒന്നിച്ചു. ലക്ഷ്യം ഒന്ന് മാത്രം: ഷായുടെ ഭരണത്തിന് അവസാനമാക്കുക. 1978 ആയപ്പോൾ പ്രതിഷേധം തെരുവുകളിൽ പൊട്ടിത്തെറിച്ചു. തെഹ്റാൻ ഉൾപ്പെടെ പല നഗരങ്ങളിലും വലിയ റാലികൾ നടന്നു. ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ഷാക്കെതിരെ തുറന്നു പറഞ്ഞു. സർക്കാർ ശക്തമായി പ്രതികരിച്ചു. ചിലയിടങ്ങളിൽ വെടിവെപ്പ് നടന്നു. മരണങ്ങൾ സംഭവിച്ചു. പക്ഷേ ഭയം കുറയാതെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. ഓരോ മരണവും പുതിയ കോപം സൃഷ്ടിച്ചു. ഓരോ അടിച്ചമർത്തലും കൂടുതൽ ആളുകളെ തെരുവിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഇതൊരു സാധാരണ രാഷ്ട്രീയ പ്രതിസന്ധിയല്ലായിരുന്നു. ഇതൊരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരുന്നു. ഷായുടെ അവസാന ശ്രമം.
സാഹചര്യം കൈവിട്ടു പോകുന്നത് ഷാ മനസ്സിലാക്കി. അദ്ദേഹം ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. ചില രാഷ്ട്രീയ തടവുകാരെ വിട്ടയച്ചു. പുതിയ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചു. ജനങ്ങളോട് സമാധാനം അഭ്യർത്ഥിച്ചു. പക്ഷേ വൈകിയിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്തിയിരുന്നു. അവരുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം: വർഷങ്ങളോളം അടിച്ചമർത്തിയ ഭരണകൂടത്തെ ഇനി വിശ്വസിക്കാമോ? ഉത്തരം തെരുവുകളിലായിരുന്നു. പ്രതിഷേധം തുടരുകയായിരുന്നു. രാജാവ് രാജ്യം വിടുന്നു. 1979 ജനുവരി 16 ഇറാൻ ചരിത്രത്തിലെ നിർണായക ദിവസം. ഷാ മുഹമ്മദ് റേസ പഹ്ലവി ഇറാൻ വിട്ടുപോയി. അദ്ദേഹം പറഞ്ഞത് വിശ്രമത്തിനായി പോകുന്നു എന്നാണ്. പക്ഷേ ലോകം മനസ്സിലാക്കി, ഇതൊരു രാജാവിൻ്റെ താൽക്കാലിക യാത്രയല്ല, ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള രാജഭരണ പാരമ്പര്യത്തിൻ്റെ അവസാന അധ്യായം അന്ന് തുറന്നു. ഇറാൻ ഇനി പഴയ ഇറാൻ ആയിരിക്കില്ല. അപ്പോൾ പ്രേക്ഷകരെ, ഷായുടെ ഭരണത്തെ എങ്ങനെ കാണണം? ഒരു വശത്ത് അദ്ദേഹം ഇറാനെ ആധുനികമാക്കാൻ ശ്രമിച്ചു. രാജ്യത്ത് വികസന പദ്ധതികൾ നടന്നു. സ്ത്രീകൾക്കും വിദ്യാഭ്യാസത്തിനും പുതിയ അവസരങ്ങൾ തുറന്നു. പക്ഷേ മറുവശത്ത് സ്വാതന്ത്ര്യം കുറവായിരുന്നു. ജനാധിപത്യ ഇടം ചുരുങ്ങിയിരുന്നു. അസമത്വം വർദ്ധിച്ചു. മതപരവും സാംസ്കാരികവുമായ ആശങ്കകൾ ശക്തമായി. അമേരിക്കയോടുള്ള അതികൂടിയ അടുപ്പം ജനങ്ങളിൽ സംശയം വളർത്തി. ഇതെല്ലാം ചേർന്നപ്പോൾ വികസനത്തിന്റെ പേരിൽ പടുത്തുയർത്തിയ രാജഭരണം ജനങ്ങളുടെ കോപത്തിനു മുന്നിൽ തകർന്നു. ഇതാണ് ഇറാനിയൻ വിപ്ലവത്തിലേക്കുള്ള വഴി. അടുത്ത ഭാഗത്തിൽ നാം കാണുക ഖൊമേനി എങ്ങനെ മടങ്ങിയെത്തി, ഇറാൻ എങ്ങനെ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി, ആ വിപ്ലവം അമേരിക്കയെയും പശ്ചിമേഷ്യയെയും എങ്ങനെ മാറ്റിമറിച്ചു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഷാ ഒരു ആധുനികവൽക്കരണ നേതാവായിരുന്നോ? അല്ലെങ്കിൽ ജനങ്ങളുടെ ശബ്ദം കേൾക്കാത്ത ഭരണാധികാരിയായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇറാനെക്കുറിച്ചുള്ള അടുത്ത ഭാഗങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.